നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 294 294. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 294 294. ഭാഗവതം തൃതീയ സ്കന്ധത്തിലെ 26-ാമത്തെ അധ്യായത്തിലെ 40-ാമത്തെ ശ്ലോകമാണെന്ന് പറയേണ്ടത്. ദ്യോതനം പചനം പാനം അദനം പാനമദനം ഹിമമർദ്ദനം തേജസോ വൃത്തയസ്ത്വേതാ ശോഷണം ക്ഷുത്രിടേവച. ഇതാണ് ശ്ലോകം. അതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ പ്രകാശിപ്പിക്കുക, ദഹിപ്പിക്കുക, ജലം കുടിക്കണമെന്ന് തോന്നിപ്പിക്കുക, ഭക്ഷിക്കണമെന്ന് തോന്നിപ്പിക്കുക, തണുപ്പിനെ നശിപ്പിക്കുക, ശോഷിപ്പിക്കുക, വിശപ്പുണ്ടാക്കുക, ദാഹമുണ്ടാക്കുക, ഈ വൃത്തികൾ അഗ്നിയുടേതാകുന്നു. ഇതിന് സനാതനധർമ്മം കോടാനുകോടി വർഷങ്ങൾ മുമ്പ് ഉണ്ടായിട്ടുള്ളതാണ്. ഭാരതം എപ്പോൾ ഉണ്ടായിട്ടുണ്ടോ അപ്പോൾ ഉണ്ടായിട്ടുണ്ട്. വേറൊരു മതങ്ങളും ഈ ലോകത്ത് ഉണ്ടായിരുന്നില്ല. വേറെ ഒരു മതങ്ങളും ഈ ലോകത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടാവും മതങ്ങൾ വന്നിട്ടുണ്ടാകുക. അപ്പോൾ അന്ന് സനാതനധർമ്മത്തിൽ പറയുന്നു, ശരീരത്തിലുള്ള അഗ്നിയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ബേസ് എന്ന് പറഞ്ഞാൽ, ഇന്നുള്ള ഏത് മതങ്ങളിലുള്ളവർക്കും ട്രീറ്റ്മെൻറ്റ് ഈ അഗ്നിക്ഷോഭത്തിനനുസരിച്ചിട്ടുള്ളതാണ്. അല്ലാതെ കണ്ട് അഗ്നിയുടെ സ്ഥാനത്ത് ചന്ദ്രനെന്നോ ചന്ദ്രൻ്റെ സ്ഥാനത്ത് ശനിയെന്നോ പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇതിനെ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ആൻ ഇൻ്റർനാഷണൽ സബ്ജക്റ്റ്. അത് മനസ്സിലാക്കിയിട്ടുള്ളവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇത് രക്ഷപ്പെടണം. ഇതൊരു മതഗ്രന്ഥമല്ല, ഇതൊരു ഗ്രന്ഥമാണ്. ശാസ്ത്രമാണ് ഇവിടെ പറഞ്ഞത്. ശരീരത്തിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അതൊക്കെ പ്രവർത്തിക്കുന്നതും ഈ ജഗദീശ്വരനെ ഓംനിപൊട്ടൻ എന്ന് പറയണ്ടല്ലോ, ആൾ പ്രിവൈഡിങ്. ഇതിൻ്റെ വസ്തുനിഷ്ഠ മനസ്സിലാക്കിയാൽ ഒരാൾക്കും ഇതിൽ പറയണില്ല മറ്റുള്ളവരെ ഉപദ്രവിച്ചാൽ മോക്ഷം കിട്ടുന്നു. നമ്മൾക്ക് ശത്രുക്കളില്ല. ധർമ്മത്തിൽ വിശ്വസിക്കുന്നവർക്ക് ശത്രുക്കളില്ല. കാരണം എന്താ? മനസ്സാണ് ശത്രുവും മിത്രവും തീരുമാനിക്കുന്നത് എന്നാണ്. ആ മനസ്സിനെ ഈശ്വരെങ്കിൽ കൊടുത്ത പിന്നെന്താ ഉണ്ടാവുക? അപ്പോൾ ഇത് ഈ ഭാരതത്തിൽ നല്ല ലോകത്തിലുള്ളവർക്കൊക്കെ ഒരേപോലെ ബാധകമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണം. തേജസ് അല്ലെങ്കിൽ അഗ്നി എന്ന് പറയപ്പെടുന്ന സ്ഥൂലഭൂതത്തിൻ്റെ ലക്ഷണം പ്രകാശിപ്പിക്കുക, അരി മുതലായ പദാർത്ഥങ്ങളെ പചിപ്പിക്കുക, വേവിക്കുക എന്നർത്ഥം. വിശപ്പ്, ദാഹം എന്നിവയെ ജനിപ്പിക്കുക, അത് നിമിത്തം പാനം ചെയ്യിപ്പിക്കുക, ഭക്ഷണം കഴിക്കുക, ശൈത്യത്തെ നശിപ്പിക്കുക, പദാർത്ഥങ്ങളെ വരട്ടുക, പദാർത്ഥങ്ങളിലുള്ള ജലാംശത്തെ ശോഷിപ്പിക്കുക എന്നീ കാര്യങ്ങൾ കാണപ്പെടുന്നത് തേജസ്സിൻ്റെ പ്രവൃത്തിയാണെന്ന് മനസ്സിലാക്കണം ഏവർക്കും. അതിനാൽ മേൽ വിവരിച്ചവ തേജസ്സിൻ്റെ, അഗ്നിയുടെ കാര്യരൂപങ്ങളായ ലക്ഷണങ്ങളാകുന്നു. മുകളിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് കാരണം അഗ്നി എന്ന് പറയപ്പെടുന്ന സ്ഥൂലഭൂതമാണെന്നറിയണം എന്ന് സാരം എന്ന് പറഞ്ഞു. 41-ാമത്തെ ശ്ലോകം. രൂപമാത്രാത് വിഗുർവാണ തേജസോ ദൈവചോദിതാത്, ദൈവത്താൽ പ്രചോദിക്കപ്പെട്ടിട്ടുള്ളത്. രസമാത്രം അഭൂത് തസ്മാത് അംഭോ ജിഹ്വാരസഗ്രഹ
ഇനി അഗ്നിനെ പറഞ്ഞതിൻ്റെ ശേഷം ജലത്തിനെ പറ്റി പറയണു. ദൈവത്താൽ പ്രേരിപ്പിക്കപ്പെട്ടതും എവിടെ ഇരുന്നിട്ട്? മനസ്സിലിരുന്നിട്ട്. ശരീരന്ധസ്ഥനായിരിക്കുന്ന ദൈവത്താൽ പ്രേരിപ്പിക്കപ്പെട്ടതും വികൃതിയെ പ്രാപിച്ചതും രൂപമാത്രവുമായ തേജസ്സിൽ നിന്ന് രസം എന്ന സൂക്ഷ്മഭൂതം ഉണ്ടായി. അതിൽ നിന്ന് ജലം, നാവ്, രസത്തെ ഗ്രഹിക്കുന്നത് എല്ലാം ഉണ്ടായി. അതിൻ്റെ ഭാവാർത്ഥം കാലരൂപനായ, ആ കാലരൂപൻ എന്നുള്ളത് യമധർമ്മരാജാവല്ല, ടൈം ഫാക്ടർ എന്ന് പറയണം. കാലരൂപനായ ഈശ്വരൻ്റെ ആവേശം നിമിത്തം രൂപമാറ്റത്തെ പ്രാപിക്കുവാൻ തക്ക വിധത്തിൽ വികാരത്തെ പ്രാപിച്ചതായ രൂപമാത്രമായിരുന്ന തേജസ്സിൽ നിന്ന് രസം എന്ന് പറയപ്പെടുന്ന സൂക്ഷ്മഭൂതമുണ്ടായി. അതിൽ നിന്ന് ജലമുണ്ടായി. രസത്തെ ഗ്രഹിക്കുന്ന ജിഹ്വ എന്ന ഇന്ദ്രിയവും ഉണ്ടായി. എല്ലാവർക്കും ഒരേപോലെയാണ്. പല്ല്, നാക്ക്, മൂക്ക്, കണ്ണ്, ചെവി, ത്വക്ക്, ബുദ്ധി, ഉപസ്ഥം എല്ലാം ഒരേപോലെയാണ്. 42-ാമത്തെ ശ്ലോകം. കഷായോ മധുരസ്തിക്ത കട്വ അമ്ല ഇതി നൈകഥാ ഭൗതികാനാം വികാരേണ രസ ഏകോ വിഭിദ്യതേ. ഈ രസത്തിൻ്റെ പല മാനദണ്ഡങ്ങൾ പറയാണ്. ദ്രവ്യങ്ങളുടെ വികാരം നിമിത്തം ഒരേ വിധമായ രസം ഭേദിക്കപ്പെടുന്നു. ഒരേ വിധമായ രസം ഭേദിക്കുക പലതായി തീരാം. അതിൻ്റെ ഭാവാർത്ഥമാണ് പറഞ്ഞത്. ഏകമായ രസം മറ്റു പദാർത്ഥങ്ങളോടുള്ള സംബന്ധം നിമിത്തം കഷായം, മധുരം, തിക്തം, കടു, അമ്ളം, ലവണം എന്നിങ്ങനെ 6 വിധത്തിൽ ഇവയുടെ അന്യോന്യ സമ്മേളനം നിമിത്തം അനേക വിധത്തിലും ഭേദിക്കപ്പെട്ടു എന്ന് പറഞ്ഞു. 43. ക്ലേദനം പിണ്ഡനം തൃപ്തി പ്രാണാനാപ്യായനോദനം നോദനം താപാപനോദോ ഭൂയസ്ത്വം അംബസോ വൃത്തയസ്വിമാം. ക്ലേദനം എന്ന് പറഞ്ഞാൽ ആർദ്രമാക്കുന്നത്, ദ്രവിപ്പിക്കുന്നത്, പിണ്ടമാക്കുന്നത്, മതി എന്ന് തോന്നിപ്പിക്കുന്നത്, തൃപ്തി. അത് ഈ ചോറിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ അല്ലേ. കുടിക്കണവനും ചൂത് കളിക്കണവനും മതി എന്ന് പറയില്ല. ഒന്നില്ലെങ്കിൽ പോയവൻ ചിലപ്പോൾ പറയും ഇന്നത്തെ മതി എന്നുള്ളത്, കാശ് പോയവൻ അല്ല പോരാന്നുള്ളത് ഇനിയും തിരിച്ച് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അത് അത്രത്തോളം മറ്റുള്ളവന് ലാഭമായിട്ട് മാറും. ഏത് കാര്യം അങ്ങനെയാണ്. അപ്പോൾ ക്ഷീണം തീർക്കുന്നത്, മൃദുവാക്കുന്നത്, ചൂട് തീർക്കുക എന്നത്, ഉറവ് നിമിത്തം അധികരിക്കുക എന്നത്. രസം ഉറവ് വന്നാൽ അതിങ്ങനെ കൂടി വരും. ഈ വ്യാപാരങ്ങൾ ജലത്തിനുള്ളവ എന്ന് മനസ്സിലാക്കുമെന്ന് പറഞ്ഞു. അതിൻ്റെ ഭാവാർത്ഥം പറയണു. ജലത്തിൻ്റെ ലക്ഷണം പറയുന്നു. വസ്തുക്കളെ ആർദ്രമാക്കുക, അണുപരിണാമങ്ങളായ അനേക വസ്തുക്കളെ ഒന്നായിട്ടൊരു പിണ്ഡമാക്കുക, മതിയെന്ന് തോന്നുന്നതായ തൃപ്തിയെ ജനിപ്പിക്കുക, ജീവിപ്പിക്കുക. ഇതിനൊക്കെ വാട്ടർ കണ്ടൻസ് അത്യന്താപേക്ഷിതമാണ്. മരുന്ന് കുടിക്കണ കൂട്ടത്തിൽ വെള്ളം കുടിക്കണം. കാരണം ഈ ബ്ലഡിലുള്ള വൈറ്റ് കോർപ്പസൽസിനെ വലുതാക്കുന്നത് ജലമാണ്. അപ്പോൾ ശരീരത്തിലുള്ള ജലാംശം പോകുമ്പോൾ അത്ര സപ്പോർട്ട് ചെയ്യാൻ സാധിക്കണം. അപ്പോൾ അതാണ് തൃപ്തിയെ ജനിപ്പിക്കുക, ജീവിപ്പിക്കുക, ദാഹം നിമിത്തമുള്ള ക്ഷീണം തീർത്ത് ശക്തി വരുത്തുക, സാധനങ്ങളെ മൃദുവാക്കി തീർക്കുക, സൂര്യോഷ്ണം മുതലായവ നിമിത്തമുണ്ടാകുന്ന താപത്തെ നശിപ്പിക്കുക, കൂപാതി സ്ഥാനങ്ങളിൽ ഉറന്ന് വർദ്ധിച്ചു കൊണ്ടിരിക്കുക, അതായത് കിണറ്, കുളം പോലെയുള്ളത്. ഇവയെല്ലാം ജലത്തിൻ്റെ ലക്ഷണങ്ങളാകുന്നു എന്നാണ്. അപ്പോൾ ഇതൊക്കെ സയൻസാണ്, സോഷ്യൽ സ്റ്റഡിയും മാത്തമെറ്റിക്സും ഒക്കെ ഇപ്പോൾ. 44-ാമത്തെ ശ്ലോകം. രസമാത്രാത് വികുർവണാത് അംബസോ ദൈവചോദിതാത് ഗന്ധമാത്രമഭൂത് തസ്മാത് പൃഥ്വി ഘ്രാണസ്തു ഗന്ധക. ജലത്തിൽ നിന്നാണ് ഭൂമി ഉണ്ടായത്, മണം ഉണ്ടായത് എന്നൊക്കെ പറയുന്നുണ്ട്.
ദൈവത്താൽ പ്രേരിപ്പിക്കപ്പെട്ട നത്തിങ് വിൽ ഹാപ്പൻ എക്സെപ്റ്റ് ദൈവപ്രചോദനം. അപ്പോൾ ഈശ്വരനെ മാനിക്കുക എന്നുള്ളത് മനുഷ്യ രാശിയുടെ അത്യന്താപേക്ഷിതമായ കർമ്മമാണ്. ഇല്ലെങ്കിൽ നഷ്ടം ആ വ്യക്തികൾക്കാണ്. അപ്പോൾ ദൈവത്താൽ പ്രേരിപ്പിക്കപ്പെട്ട വികൃതിയെ പ്രാപിച്ച രസമാത്രമായിരിക്കുന്ന ജലത്തിൽ നിന്ന് ഗന്ധം എന്ന സൂക്ഷ്മഭൂതം ഉണ്ടായി. അതിൽ നിന്ന് ഭൂമി നാസികയാകട്ടെ ഗന്ധത്തെ ഗ്രഹിക്കുന്നതൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണു. കാലസ്വരൂപനായ ഈശ്വരൻ്റെ ആവേശം നിമിത്തം രസമാത്രമായിരുന്ന ജലം വികാരത്തെ പ്രാപിച്ചപ്പോൾ അതിൽ നിന്ന് ഗന്ധം എന്ന് പറയപ്പെടുന്ന സൂക്ഷ്മദ്രവ്യമുണ്ടായി. അതിൽ നിന്ന് ഭൂമിയുണ്ടായി. ജലത്തിൽ നിന്നാണ് ഭൂമി ഉണ്ടായത്. നാസിക എന്ന ഇന്ദ്രിയം ഗന്ധത്തെ ഗ്രഹിക്കുന്നതാകുന്നു. അല്ലേ? സ്ത്രീക്കും പുരുഷനും, ഹിന്ദുക്കൾക്കും ക്രിസ്ത്യൻസിനും മുസ്ലിം സഹോദരൻ എല്ലാവർക്കും. അപ്പോൾ ഇത് പഠിച്ചാൽ അഭിപ്രായ വ്യത്യാസമില്ല. അപ്പോൾ പറയണു 45-ാമത്തെ ശ്ലോകം. കരംഭപൂതി സൗരഭ്യ ശാന്തോ ഗ്രാമ്ലാധിവി പൃഥക് ദ്രവ്യം ദ്രവ്യാവയവൈഷമ്യാത് ദ്രവ്യ അവയവൈഷമ്യാത് ഗന്ധ ഏകോ വിവിധ്യതേ. അതിൻ്റെ വാക്കാർത്ഥാണ് പറഞ്ഞത്. ദ്രവ്യങ്ങളുടെ അവയവങ്ങളോടുള്ള ചേർച്ച നിമിത്തമുള്ള വിഷമഭാവം ഹേതുവായിട്ട് ഒരു വിധമായ ഗന്ധം ഭേദിക്കപ്പെടുന്നു. സമ്മിശ്രഗന്ധം, ദുർഗന്ധം, സുഗന്ധം സന്തോഷത്തെ ജനിപ്പിക്കുന്നത്, വെറുപ്പിക്കുന്നത്, പുളിപ്പ് എന്നിവ കൊണ്ട് ആണ് ഈ പറഞ്ഞ ഗന്ധമൊക്കെ ഉണ്ടാവുന്നത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണു. ഏകമായ ഗന്ധം അനേക ദ്രവ്യങ്ങളോട് ചേർച്ചയുണ്ടാകുമ്പോൾ അതാതിൻ്റെ ധർമ്മത്തെ അംഗീകരിച്ചിട്ട് കരഭം പൂതി സൗരഭ്യം ശാന്തം ഉഗ്രം പുളിപ്പ്. കരഭം പൂതി സൗരഭ്യം ശാന്തം ഉഗ്രം പുളിപ്പ് എന്നിങ്ങനെ ബഹുവിധ ഭേദങ്ങളെ വഹിക്കുന്നത് ഗന്ധലക്ഷണമാകുന്നു. 6 തരം അതും പറയുന്നുണ്ട്. ഇനി 46. ഭാവനം ബ്രഹ്മണസ്ഥാനം ധാരണം സദ്വിശേഷണം സർവസത്വഗുണോദ്ഭേദ പൃഥിവി വൃത്തിലക്ഷണം. അതിൻ്റെ വാക്കാർത്ഥം. എനിക്ക് എന്തെന്നില്ലാത്തൊരാനന്ദം. ഏത് നിമിഷത്തിലാണ് ഈ മൂലം ഭാഗവതം പറയണം എന്നുള്ളത് എൻ്റെ നാട്ടുകാർക്ക് പറയാൻ തോന്നിയതെന്ന് എനിക്കറിയില്ല. ഞാനതങ്ങനെ ഒഴിവാക്കി നിർത്തുമായിരുന്നു. കാരണം നമുക്കറിയാം ഇനിയിപ്പോൾ. പക്ഷേ ഇതിപ്പോൾ മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളതിനേക്കാൾ ഞാൻ തന്നെ റിവിഷൻ നടത്തുകയാണ്. അപ്പോഴാണ് വേറൊരാൾ വന്നിട്ട് എനിക്ക് ഒറ്റയ്ക്ക് ക്ലാസ് എടുക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഈശ്വരൻ ഉള്ളിലിരുന്നിട്ട് എന്തെല്ലാം ചരടുവലികളാണ് ചെയ്യുന്നത്. എനിക്ക് ശിഷ്ടകാലം കുറേ കൂടി ആധ്യാത്മിക പുരോഗതി ഉണ്ടാവണമെന്ന് ഞാനല്ല മനസ്സിലാക്കി വെക്കിയത്, ഭഗവാൻ. അതാണ് പ്രേരണ ഇങ്ങനെയൊക്കെ വരാൻ കാരണം. മനസ്സിലായില്ലേ? അപ്പോൾ ബ്രഹ്മത്തെ ഉപാസിപ്പാൻ തക്കതായ ആകൃതിയുണ്ടാക്കുവാൻ ഉപകരിക്കുക. ഞാൻ പറഞ്ഞത് സ്വന്തം നിലയിലിരിക്കുക, ഇതര സാധനങ്ങളെ ധരിക്കുക, ആകാശാദികളുടെ അവച്ഛേദകമായിരിക്കുക, സർവപ്രാണികളുടെ ഗുണങ്ങളെ സ്ത്രീ പുരുഷൻ എന്നിവയെ പ്രകാശിപ്പിക്കുവാൻ തക്ക വിധത്തിൽ പരിണാമം ഭൂമിയുടെ വ്യാപാരത്തിൻ്റെ ചിഹ്നമാകുന്നു എന്നൊക്കെ പറയണ്ടേ. ഇനി അതിൻ്റെ ഭാവാർത്ഥ പറഞ്ഞത്. പൃഥിവിയുടെ ലക്ഷണം, ഭൂമിയുടെ ലക്ഷണം, ബ്രഹ്മത്തിൻ്റെ ഭാവനയ്ക്ക് ഉപകരിക്കുന്ന മൂർത്തിഭേദങ്ങളെ പ്രതിമാതിരൂപേണ നിർമ്മിക്കുവാനുള്ള സാധനമായിരിക്കുക. അല്ലേ? മണ്ണുകൊണ്ട്, മരം കൊണ്ട്, അല്ലേ? മണ്ണിൽ പിന്നെ മണ്ണിൻ്റെ ഉള്ളിൽ കിടക്കുന്ന പലതരത്തിലുള്ള ലോഹങ്ങൾ. അപ്പോൾ പഞ്ചലോഹമായി, പിന്നെ സ്വർണ്ണമായി, വെള്ളിയായി, ചെമ്പായി, അതിൻ്റെ കോൺഗ്ലോമറേഷൻ ഇതായിട്ട് വെള്ളോട്, അങ്ങനെ പലതരത്തിലുള്ള ഓടുകൾ. അപ്പോൾ ജലാദികളെ അപേക്ഷിക്കാതെ നിലനിൽക്കുക, ജലാദികൾക്ക് ആധാരമായിരിക്കുക. ഈ ഭൂമിയാണ് ജലത്തിന് ആധാരം.
എന്നാൽ ജലാദികളെ അപേക്ഷിക്കാതെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ആകാശാദികളായ ഭൂതങ്ങളുടെ അവധിയെ കാണിക്കുന്നതിനുപകരിക്കുന്ന അവച്ഛേദകമായിരിക്കുക. സർവപ്രാണികളുടെ മൂർത്തിഭേദങ്ങളെ, സ്ത്രീ പുരുഷൻ എന്നീ ഭിന്ന ആകൃതികളെ പ്രകാശിപ്പിക്കുവാൻ തക്ക വിധത്തിൽ പരിണമിക്കുക എന്നിവ പൃഥിവിയുടെ ലക്ഷണമാകുന്നു. മേൽപ്പറഞ്ഞ കാര്യരൂപങ്ങൾ കാണപ്പെടുന്നത് പൃഥിവിയാകുന്ന കാരണദ്രവ്യം നിമിത്തമാണെന്ന് സാരം എന്ന് പറഞ്ഞു. 47 ശ്ലോകം. നഭോ ഗുണവിശേഷോ അർത്ഥോ യസ്യ തശ്രോത്രം മുച്യതേ വായോർ ഗുണവിശേഷോ അർത്ഥോ യസ്യ തൽ സ്പർശനം വിധു. യാതൊന്നിനെ ആകാശത്തിൻ്റെ അസാധാരണ ഗുണമായ ശബ്ദം വിഷയമോ അത് ശ്രോത്രം എന്ന് പറയപ്പെടുന്നു. യാതൊന്നിനെ വായുവിൻ്റെ അസാധാരണ ഗുണമായ സ്പർശം വിഷയമോ അത് സ്പർശനം ത്വഗ് ഇന്ദ്രിയമെന്ന് അറിയുന്നു. അതിനെ ഇങ്ങനെ ഉരുട്ടിപ്പരട്ടി കൊണ്ടുവരികയാണ്. അതിൻ്റെ ഭാവാർത്ഥം പറയുന്നുണ്ട്. ശ്രോത്രാദികളായ ഇന്ദ്രിയങ്ങളുടെ ലക്ഷണം പറയുന്നു. ആകാശത്തിൻ്റെ അസാധാരണ ലക്ഷണമായ, സാധാരണ ലക്ഷണമല്ല അസാധാരണ ലക്ഷണമായ ശബ്ദത്തെ ഗ്രഹിക്കുന്നതായ ഇന്ദ്രിയത്തെ ശ്രോത്രമെന്നും വായുവിൻ്റെ അസാധാരണ ലക്ഷണമായ സ്പർശത്തെ ഗ്രഹിക്കുന്ന ഇന്ദ്രിയത്തെ ത്വഗീന്ദ്രിയമെന്നും പറയുന്നു എന്ന് പറഞ്ഞു. ഇനി 48 ശ്ലോകം 3 വരിയാണ്, കുറച്ച് ലെങ്തിയാണ്, കുറേ കാര്യങ്ങൾ ഒന്നിച്ച് പറയേണ്ടതില്ല. തേജോ ഗുണവിശേഷോ അർത്ഥോ യസ്യ തച്ചുരുച്ചതേ, കണ്ണിനെ പറ്റി പറയണു. അംഭോ ഗുണവിശേഷോ അർത്ഥോ യസ്യ തത് രസനം വിദു, ജലത്തിനെ പറ്റി പറയണു. ഭൂമിയേർ ഗുണവിശേഷോ അർത്ഥോ യസ്യ തത് ഘ്രാള ഉച്ചതേ, മണത്തിനെ പറ്റി പറയണു. അപ്പോൾ അതിൻ്റെ വാക്കാർത്ഥം എങ്ങനെയാണ് പറയുക? അഗ്നിയുടെ അസാധാരണ ഗുണം വിഷയം യാതൊന്നിനെ അത് കണ്ണെന്ന് പറയപ്പെടുന്നു. ജലത്തിൻ്റെ അസാധാരണ ഗുണം യാതൊന്നോ അതിനെ നാവെന്ന് അറിയുന്നു. ഭൂമിയുടെ അസാധാരണ ഗുണം വിഷയം യാതൊന്നിനോ അത് മൂക്ക് എന്ന് പറയപ്പെടുന്നു എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം. തേജസ്സിൻ്റെ അസാധാരണ ഗുണമായ രൂപത്തെ അറിയുന്നത് നേത്രേന്ദ്രിയമെന്നും കണ്ണ്. ജലത്തിൻ്റെ അസാധാരണ ഗുണമായ രസത്തെ അറിയുന്നത് ജിഹ്വേന്ദ്രമെന്നും ഭൂമിയുടെ അസാധാരണ ഗുണമായ ഗന്ധത്തെ അറിയുന്നത് ഘ്രാണേന്ദ്രിയമെന്നും പറയപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. മൂക്കെന്നും പറയപ്പെട്ടു. 49 ശ്ലോകം ശ്രദ്ധിക്കുക. പരസ്യ ദൃശ്യതേ ധർമ്മോ ധർമ്മോ ഹി പരസ്മിൻ സമന്വയാത് അതോ വിശേഷോ ഭാവാനാം ഭൂമാവേവോപലക്ഷ്യതേ. പരത്തിൻ്റെ സൂപ്പർലേറ്റീവ്, പരത്തിൻ്റെ ഗുണം അപരത്തിൽ സമന്വയം ഹേതുവായിട്ട് കാണപ്പെടുന്നു. അത് ഹേതുവായിട്ട് ഭൂതങ്ങളുടെ ഗുണം ഭൂമിയിൽ മാത്രം കാണപ്പെടുന്നു, വേറെ എവിടെയില്ല. ഇനി അതിൻ്റെ ഭാവാർത്ഥം ഒന്നൊരു പ്രിയാമ്പിൾ പറയുന്നുണ്ട്, ഒന്ന് അതിൻ്റെ കൺക്ലൂഷനായിട്ട് പറയുന്നുണ്ട്. ശബ്ദാദി ഗുണങ്ങൾ ആകാശാദികളുടെ അസാധാരണ ധർമ്മമാണെന്ന് എങ്ങനെ നിശ്ചയിക്കും? അപ്പോൾ ശബ്ദാദി എക്സെട്ര. അപ്പോൾ ശബ്ദം, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ത്വക്ക്, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണ്, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാവ്, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂക്ക്. അങ്ങനെയാണ് പഞ്ചഭൂതങ്ങളെ പറ്റി പറഞ്ഞത്. അപ്പോൾ എങ്ങനെ നിശ്ചയിക്കും? വായാദിഭൂതങ്ങളിലും ശബ്ദാദി ധർമ്മം കാണപ്പെടുന്നുവല്ലോ എന്നുള്ള ശങ്കയ്ക്ക് സമാധാനം. ഇത് ഒരു ഇൻട്രസ്റ്റിംഗ് പാർട്ടാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? അതായത് ആദ്യത്തെ മഹാഭൂതം ആകാശം, അതിനൊരൊറ്റ ഗുണം മാത്രമേ ഉള്ളൂ. അതിൽ നിന്നുണ്ടായിട്ടുള്ള കാറ്റിന് 2 ഗുണം. അതായത് കാറ്റിൻ്റെ ഗുണമുണ്ട്, പക്ഷെ ആകാശത്തിൻ്റെ ഗുണമുണ്ട്. സ്പേസ് ഇല്ലെങ്കിൽ കാറ്റ് വീശില്ല. പിന്നെ മൂന്നാമത്തത് അഗ്നി എന്ന് പറയുമ്പോൾ അഗ്നിയുടെ ഗുണം 50%, ബാക്കി 50% ആകാശത്തിൻ്റെയും
കാറ്റിൻ്റെയാണ്. അതേപോലെ ജലം എന്ന് പറയുമ്പോൾ 50% ജലത്തിൻ്റെ സ്ഥായി ആയിട്ടുള്ള അവസ്ഥ, ബാക്കി 3 മേലുള്ള 3 ആകാശം, കാറ്റ്, അഗ്നിയുടെ. അപ്പോൾ ജലം കഴിഞ്ഞ് ഭൂമിയെ പറ്റി, മണ്ണിനെ പറ്റി പറയുമ്പോൾ ഭൂമിക്ക് അതിൻ്റേതായിട്ടുള്ള 5 ഗുണങ്ങളാണ്, 5 ഗുണങ്ങളുണ്ട്. ഒന്ന് ഭൂമിയുടെ ഗുണങ്ങൾ, പിന്നെ അരയ്ക്കാൽ 50% ഹരിക്കണം 4, അപ്പോൾ അരയ്ക്കാൽ എന്ന് പറയും. കാലിൻ്റെയും പിന്നെ പകുതി ആകാശത്തിൻ്റെയും കാറ്റിൻ്റെയും ജലത്തിൻ്റെയും അഗ്നിയുടെയും ഗുണം ഉണ്ടെന്നാണ് പറയുക. അതാണ് ഇവിടെ വിവരിക്കാൻ പോകുന്നത്. ഒരു ഭൂതത്തിൽ അസാധാരണ ധർമ്മം മറ്റൊന്നിൽ കാണപ്പെടുന്നത് കൊണ്ട് അതാത് ഗുണങ്ങളോടുകൂടി ഭൂതങ്ങൾ അന്യോന്യം ചേർന്നിരിക്കുന്നുവെന്ന് ധരിക്കണം. ആകാശത്തിന് ശബ്ദം മാത്രമേ ഉള്ളൂ. അതാണ് ആകാശത്തിന് ഒരു ഗുണമേ ഉള്ളൂ എന്ന് പറയാൻ പറ്റും. വായുവിൽ ആകാശം ചേർന്നിരിക്കുന്നത് കൊണ്ട് ആകാശഗുണമായ ശബ്ദവും വായുവിൻ്റെ പ്രത്യേക ലക്ഷണമായ സ്പർശവും കൂടി 2 ഗുണം കാണപ്പെടുന്നു. തേജസ്സിൽ ആകാശം വായുവും കലർന്നിരിക്കുന്നത് കൊണ്ട് ശബ്ദം സ്പർശം എന്ന 2 ഗുണങ്ങളും തേജസ്സിൻ്റെ പ്രത്യേക ഗുണമായ രൂപവും കൂടി ശബ്ദ സ്പർശ രൂപങ്ങൾ 3 ഗുണങ്ങളുണ്ടെന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് 3 കാണപ്പെടുന്നു. ജലത്തിലാണെങ്കിലോ ആകാശം, വായു, തേജസ് എന്ന 3 ഭൂതങ്ങൾ ചേർന്നിരിക്കുന്നത് കൊണ്ട് അവയുടെ ഗുണങ്ങളായ ശബ്ദ സ്പർശ രൂപങ്ങളും ജലത്തിൻ്റെ പ്രത്യേക ഗുണമായ രസവും കൂടി ശബ്ദ സ്പർശ രൂപരസങ്ങൾ എന്നീ 4 ഗുണങ്ങൾ ഉണ്ട്. ഭൂമിയിൽ ആകാശം, വായു, തേജസ്, ജലം എന്നീ 4 ഭൂതങ്ങൾ ചേർന്നിരിക്കുന്നതിനാൽ അവയുടെ ഗുണങ്ങളായ ശബ്ദ സ്പർശ രൂപരസങ്ങൾ എന്ന 4ഉം ഭൂമിയുടെ അസാധാരണ ഗുണവുമായ ഗന്ധവും കൂടി ശബ്ദ സ്പർശ രൂപരസ ഗന്ധങ്ങൾ എന്ന 5 ഗുണങ്ങൾ ചേർന്നിരിക്കുന്നു. ഇങ്ങനെ ഒരു ഒതൻറ്റിക്കായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ മറ്റ് ഇതര മതങ്ങളിൽ കാണില്ല. കാരണം എന്താ? സനാതനധർമ്മം എന്നുള്ളത് അനാദികാലം മുതൽക്ക് എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. ഇതിനെ ഇല്ലാതെ കണ്ടാക്കാൻ ഒരു ശക്തി വിശേഷത്തിനും പറ്റില്ല. അതാണ് സത്യം. അപ്പോൾ പറയണു, ആകയാൽ ശബ്ദാദി ഗുണങ്ങൾ ആകാശാദി ഭൂതങ്ങളുടെ പ്രത്യേക ഗുണങ്ങൾ തന്നെ. ഭൂതങ്ങളുടെ അന്യോന്യ സമന്വയം നിമിത്തം ഒന്നിൻ്റെ ഗുണം മറ്റൊന്നിൽ കാണപ്പെടുന്നുവെന്ന് സാരം. ഇനി 50-ാമത്തെ ശ്ലോകം. ഏതാന്യസംഹൃത്സം യഥാ മഹദാദീനി സപ്തവൈ കാലകർമ്മഗുണോപേതോ ജഗദാദിരൂപാവിശത്. മഹത്വത്വം ആദിയായ ഈ 7ഉം യോജിക്കാതെ ഇരുന്നപ്പോൾ കാലം, കർമ്മം, ഗുണങ്ങൾ ഇവയോടുകൂടിയ ഈശ്വരൻ പ്രവേശിച്ചു. നമ്മുടെ ശരീരത്തിൽ ഈശ്വരൻ പ്രവേശിച്ചു. അതാണ് ഈ ജീവൻ. ജീവനില്ലെങ്കിൽ ഇതൊക്കെ അനാത്മവസ്തുക്കളായിട്ട് മാറും. ഈ കയ്യും കാലൊക്കെ, ആ കയ്യും കാല്, കണ്ണ്, മൂക്ക്, ചെവി, പിന്നെ നാവ്, വായ, ത്വക്ക്, ഉപസ്ഥം, അതൊക്കെ പ്രവർത്തിപ്പിക്കുന്നത് ഈശ്വര ശക്തിയാണ്. അതറിയാം. ഇന്ന് ഈ ഭൂലോകത്ത് ആരൊക്കെ ഉണ്ട് അവർക്കൊക്കെ അല്ലാന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറയണു. കാരണോൽപത്തിയെ പറഞ്ഞതിൽ പിന്നെ കാര്യോൽപത്തിയെ പറയുന്നു. മഹത്തത്വം, അഹങ്കാരതത്വം, പഞ്ചഭൂതങ്ങൾ എന്നീ 7ഉം അന്യോന്യം യോജിക്കാതെ വെവ്വേറെ നിന്നപ്പോൾ കാലം, അവദൃഷ്ടമെന്ന് പറയപ്പെടുന്ന കർമ്മം,
സത്വാദികളായ ഗുണങ്ങൾ ഇവയോട് കൂടിയ ഈശ്വരൻ മേൽപ്പറഞ്ഞ മഹതാദികളിൽ പ്രവേശിച്ചു. ഇനി അതിൻ്റെ ഭാവാർത്ഥം, ഒറ്റയായിരുന്നാൽ കാര്യം സാധിക്കുകയില്ല. ഇത് വലിയൊരു, നമ്മൾ ഒരാൾ വിചാരിച്ച ഒരു കാര്യം നടക്കില്ല. പക്ഷേ സമൂഹത്തിൽ ഏതാനും ആൾക്കാർ കൂടിയാലോ രക്ഷപ്പെട്ടു. അതാണ് ഒറ്റയായിരുന്നാൽ കാര്യം സാധിക്കുകയില്ല, യോജിച്ചാൽ മാത്രമേ കാര്യം സാധിക്കുകയുള്ളൂവെന്നത് ജഗതുൽപ്പത്തിക്ക് കാരണമായ പ്രകൃതിയിൽ അടങ്ങിയിരിക്കുന്ന പരമതത്വമാണെന്ന് കാണിച്ചിരിക്കുന്നു. ഇത് പഠിക്കാണ്ട് എന്താ ചെയ്യുക? 51 തതസ്തേനാനുവിദ്ധേഭ്യോ യുക്തേഭ്യോ അണ്ടമചേതനം. അണ്ടം അചേതനം, ഒരു മുട്ട അങ്ങനെ പറയാം. അണ്ടം അചേതനം, അതിന് ചൈതന്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈശ്വര ചൈതന്യം അതിൽ വന്നപ്പോൾ അണ്ടത്തിന് നവദ്വാരങ്ങളുണ്ടായി എന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ പറഞ്ഞു, അണ്ടം അചേതനം ഉദ്ധിതം പുരുഷോ യസ്മാദുദിഷ്ടദസൗ വിരാട്. അതിൻ്റെ വാക്കാർത്ഥം ശ്രദ്ധിക്കുക. അനന്തരം അതു നിമിത്തം ക്ഷോഭിച്ചും യോജിച്ചും ഇരിക്കുന്ന അവയിൽ നിന്ന് ചേതനത്തോടു കൂടാത്തതായ അണ്ടാകാരം ഉണ്ടായി. യാതൊന്നിൽ നിന്ന് വിരാട്, ഈ സമഷ്ടി പുരുഷൻ ഉത്ഭവിച്ചു എന്ന് പറയണം. ഈശ്വരൻ്റെ അനുപ്രവേശം നിമിത്തം പൃഥഗ്ഭാവത്തെ ഉപേക്ഷിച്ച് അന്യോന്യം യോജിച്ച ആ സപ്ത പദാർത്ഥങ്ങളിൽ നിന്ന് അചേതനമായ അണ്ടമുണ്ടായി. അതിൽ നിന്ന് വിരാട് പുരുഷൻ ഉത്ഭവിച്ചു എന്നാണ് പറഞ്ഞത്. അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടുകൂടി ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്നുകൂടി പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.